Hello guys, അപ്പോൾ വെൽക്കം ബാക്ക് ടു ചാറ്റ്സ് വിത്ത് RJ സ്റ്റെഫി. സോ ഞാൻ ഇന്നലെ ന്യൂസ് കണ്ടു. RNZ ഇവിടുത്തെ ഒരു ന്യൂസിൽ അവർ കാണിച്ചേക്കുന്ന ഒരു സെഗ്മെൻറ്റ് കണ്ടു. അതായത് ഇവിടെ പഠിച്ചിറങ്ങിയ ഏകദേശം 1800ഓളം നഴ്സിംഗ് സ്റ്റുഡൻസിൽ, അതായത് ഇവിടെ ഗ്രാജുവേഷൻ കിട്ടിയ കുട്ടികളിൽ BSc നഴ്സിംഗ് BN പ്രോഗ്രാം പഠിച്ചിറങ്ങിയ കുട്ടികളിൽ നിയർലി ഹാഫോളം ആൾക്കാർക്ക് മാത്രമേ TOR അല്ലെങ്കിൽ ഹോസ്പിറ്റൽസിൽ ജോബ് സെക്യൂർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ ഈ ന്യൂസ് കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു അത് വളരെ റെലവൻ്റ് ആണ് ഇന്നത്തെ സിറ്റുവേഷനിൽ. അതായത് ഇപ്പോഴും ക്യാപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഇനിയും ക്യാപ്പിന് വരാൻ നിൽക്കുന്ന ആൾക്കാരുണ്ട്, ഒസ്കി അതുപോലെ ഒരുപാട് കാര്യങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇവിടുത്തെ ജോബ് സാധ്യത നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. സോ നമ്മളൊക്കെ വിചാരിച്ച ഡിസംബറോളം ആകുമ്പോഴേക്കൊക്കെ കുറച്ചൊക്കെ ജോബ് ഓപ്പണിങ്സ് കിട്ടുമെന്നാണ്. ഈ കഴിഞ്ഞ ക്യാപ് ബാച്ച് ഇവിടെ ഇറങ്ങിയവരിലെ മലയാളികളിൽ ഒരാൾക്ക് മാത്രമേ ജോബ് സെക്യൂർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ എന്നാണ് അവരുടെ കൊളീഗ്സിൽ നിന്ന്, അവരുടെ കൂടെ പഠിച്ച കുട്ടികളിൽ നിന്ന് എനിക്കറിയാൻ സാധിച്ചത്. പിന്നെ മറ്റ് രാജ്യക്കാരിൽ ചിലർക്കൊക്കെ, മോസ്റ്റ്ലി കുറച്ച് പേർക്കൊക്കെ അവരുടെ ബാച്ചിലറുള്ളവർക്കൊക്കെ ജോബ് സെക്യൂർ ചെയ്യാൻ പറ്റി. അതും ഹോസ്പിറ്റൽസിലല്ല, റെസ്റ്റ് ഹോംസിലാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷൻ ഞാൻ വ്യക്തമാക്കി പറയുവാണെങ്കിൽ, പകുതിയോളം ന്യൂസിലൻഡിൽ തന്നെ പഠിച്ചിറങ്ങിയ ഇവിടുത്തുകാരായ കുട്ടികൾക്ക് ജോബ് സെക്യൂർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി ഇവിടുത്തെ എംപ്ലോയീസ് പ്രിഫർ ചെയ്യുന്ന അവരെ ആയിരിക്കും. അത് അൺഒഫീഷ്യലായിട്ടും ഒഫീഷ്യലായിട്ടും ചിലപ്പോൾ അവർക്ക് ഇൻഫർമേഷൻ വരെ ഉണ്ടാവും. ഡെഫിനറ്റ്ലി അങ്ങനെയാണല്ലോ ചെയ്യേണ്ടത്. സോ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഫോറിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്യുന്ന നഴ്സസിന് ജോബ് സെക്യൂർ ചെയ്യാനുള്ള സാധ്യത വളരെ വളരെ കുറവായിരിക്കാൻ സാധ്യതയുണ്ട് ഇനി അങ്ങോട്ടും. കാരണം അവരുടെ ബാച്ച് ഇപ്പോൾ ഇറങ്ങിയേ ഉള്ളൂ. സോ ഇനി അങ്ങോട്ടും നമുക്ക് മൈഗ്രേറ്റ് ചെയ്ത് വരുന്ന നഴ്സസിന് ജോബ് സെക്യൂർ ചെയ്യാനുള്ള സാധ്യത റിയലി ലെസ് ആവാനുള്ള സാധ്യതയാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് കാണുന്നത്. ട്രെൻഡ് എന്ന് പറയാൻ പറ്റത്തില്ല, അത് ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന അവരുടെ ഫ്യൂച്ചർ ജനറേഷന് ജോബ് കൊടുക്കുക എന്നുള്ളതാണ് ഒരു അവർ ചെയ്യേണ്ടത്. അവരുടെ ഫ്യൂച്ചർ അവർ സെക്യൂർ ചെയ്യണമല്ലോ. സോ അത് അവിടുത്തെ ഒരു അൺഒഫീഷ്യൽ റൂളോ എന്താണോ അവർക്കായിരിക്കും ഡെഫിനറ്റ്ലി പ്രയോറിറ്റി കിട്ടുന്നത്. അപ്പോൾ സിറ്റുവേഷൻസിൻ്റെ ഒരു കിടപ്പുവശം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ചെലവ് ചുരുക്കൽ നയവും പ്ലസ് നമ്മുടെ എന്താ പറയുക, പല ഏരിയാസും ഓവർ റിക്രൂറ്റഡ് ആണെന്നാണ് പറയുന്നത്. എത്രത്തോളം വാസ്തവമുണ്ട് എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. സോ ആസ് പെർ ദ ന്യൂസിൽ പറയുന്നത്, ഇതിന് മുന്നേ ഇൻ ഫ്യൂച്ചർ വരാൻ പോകുന്ന നഴ്സിംഗ് സ്റ്റുഡൻസിനെ കണക്കാക്കാതെ ഓവർ റിക്രൂട്ട് ചെയ്തതൊക്കെ ഇവരുടെ ജോലിനെ ബാധിച്ചു എന്നാണ്. അപ്പോൾ ഇവിടുത്തെ എപ്പോഴും ഒരു സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത്, ഇവിടെ ജോബ് അവൈലബിലിറ്റി ഇല്ലെങ്കിൽ എല്ലാവരും ഓസ്ട്രേലിയയിലോട്ട് ട്രൈ ചെയ്യും. ഡെഫിനറ്റ്ലി ഇവിടെ നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ ഉള്ള ഒരാൾക്ക് ആഫ്റ്റർ രജിസ്ട്രേഷൻ എടുത്ത് ഓസ്ട്രേലിയക്ക് മൂവ് ചെയ്യുന്നത് അത്ര ഹാർഡായിട്ടുള്ള കാര്യമൊന്നുമല്ല. സോ ഡെഫിനറ്റ്ലി അങ്ങനെ ഒരു ഓപ്ഷനാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ പഠിച്ചിറങ്ങി ജോബ് സെക്യൂർ ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ ഡെഫിനറ്റ്ലി അവർ ട്രൈ ചെയ്യുന്നത് അടുത്ത് ഓസ്ട്രേലിയക്ക് മൂവ് ചെയ്യാനായിരിക്കും. ഈ അടുത്ത് ഇവിടെ നഴ്സിംഗ് ഗ്രാജുവേഷൻ കഴിഞ്ഞ ഇവിടുത്തുകാരായ കുറച്ച് കുട്ടികളുമായിട്ട് ഞാൻ സംസാരിച്ചായിരുന്നു. അത് ബൈ ആക്സിഡൻ്റലി വന്നൊരു ടോക്കായിരുന്നു. കാരണം ഞാൻ ഹോസ്പിറ്റലിലെ ഡ്യൂട്ടി ഈവനിങ് ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് അന്ന് ഞാൻ എൻ്റെ വണ്ടി കൊണ്ടുപോയിട്ടില്ലായിരുന്നു. സോ ഐ കോൾഡ് ഊബർ പൂൾ. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് സ്റ്റേറ്റ് എക്സാം കഴിഞ്ഞ കുട്ടികളായിരുന്നു എൻ്റെ കൂടെ പൂളിലുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ സംസാരിച്ചു, ഏത് വാർഡിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ അവർ പറഞ്ഞു, അറിയാലോ സിറ്റുവേഷൻസ് അറിയാലോ, ഞങ്ങളിപ്പോൾ പഠിച്ചിറങ്ങി ഞങ്ങളുടെ പലർക്ക് പോലും ജോബ്സ് ഒന്നും കിട്ടിയിട്ടില്ല, ഇനി കിട്ടുമോയെന്ന് തന്നെ അറിയത്തില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, വാട്ട് വിൽ ബി യുവർ സെക്കൻഡ് ഓപ്ഷൻ, എന്തായിരിക്കും നിങ്ങളുടെ സെക്കൻഡ് പ്ലാൻ എന്ന് ചോദിച്ചപ്പോൾ, ഇവിടെ പഠിച്ചിറങ്ങുന്ന എല്ലാവർക്കും ഒരൊറ്റ സെക്കൻഡ് പ്ലാൻ അല്ലേ ഉള്ളൂ. ഈവൻ ദോ അവർക്ക് ഇവിടെ സ്റ്റേ ചെയ്യണമെന്നുണ്ട്, പക്ഷേ 3 വർഷത്തെ ഹാർഡ് വർക്കും അവരുടെ പ്ലേസ്മെൻറ്റും എല്ലാം കഴിഞ്ഞ് അവർക്കൊരു ജോബ് സെക്യൂർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവർക്കൊരു സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് മൂവ് ടു ഓസ്ട്രേലിയ എന്നാണ്. അപ്പോൾ അവരെന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങളുടെ ഹോം കൺട്രിയാണിത്, വി വിഷ് ടു സ്റ്റേ ഹിയർ, ഞങ്ങൾക്ക് ഇവിടെ സ്റ്റേ ചെയ്യണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ജോബ് സിറ്റുവേഷൻസ് അത് അലൗ ചെയ്യുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് മൂവ് ചെയ്യല്ലാതെ നിവൃത്തിയില്ലാന്ന്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇവിടെ പഠിച്ചിറങ്ങിയ ഇവിടുത്തുകാരായ കുട്ടികൾക്ക് ഒരു നേഴ്സായിട്ട് ജോലി സെക്യൂർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഡെഫിനറ്റ്ലി മറ്റൊരു രാജ്യത്തു നിന്ന് വന്ന് ഇങ്ങോട്ട് ഇമിഗ്രേറ്റ് ചെയ്യാൻ നോക്കുന്ന രാജ്യക്കാരുടെ അവസ്ഥ ഇവിടെ വന്നു കഴിഞ്ഞാൽ ജോബ് കിട്ടാനുള്ള പാട് ഇൻക്രീസ് ചെയ്യത്തേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഇതുവരെയുള്ള ജോബ് സിറ്റുവേഷനെക്കാളും ചിലപ്പോൾ ഇൻക്രീസ് ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം ഡെഫിനറ്റ്ലി ഇവിടെയുള്ള ആൾക്കാർ, ഇവിടുത്തെ ഫ്യൂച്ചർ ജനറേഷൻ ഇവിടെ പിടിച്ചു നിർത്തേണ്ടത് ഇവരുടെയും കൂടെ ഗവൺമെൻറ്റേയും കൂടെ ഒരു ആവശ്യകതയാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മളെപ്പോഴും അങ്ങനെയാണല്ലോ നമ്മുടെ നാട്ടുകാരെ നമ്മൾ പിടിച്ചു നിർത്തുക.
അല്ലെങ്കിൽ അതിന് നമ്മൾ പറയാം, പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മളൊരു വാക്ക് പറയുമായിരുന്നു, ബ്രെയിൻ ഡ്രെയിൻ എന്ന്. അതായത് നമ്മുടെ നാട്ടിലെ കുട്ടികൾ നല്ല തൊഴിലവസരങ്ങൾ തേടി മറ്റു രാജ്യങ്ങളിലോട്ട് പോകുന്നതിനാണ് ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് +2 കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കോഴ്സ് എടുത്ത് വിദേശ രാജ്യത്തോട്ട് പോവുക. അതെന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ പഠിച്ച് ഒരു ഡിഗ്രി കിട്ടിയ ഒരാൾക്ക് അത്യാവശ്യം ജീവിക്കാനുള്ള ചിലവ്, ബേസിക് ഒരു ചിലവുണ്ടല്ലോ, ആ ചിലവ് മീറ്റ് ചെയ്യാൻ പോലുമുള്ള ശമ്പളം കൊടുക്കാൻ നമ്മുടെ സർക്കാർ പരാജയപ്പെടുന്നു. സർക്കാരാണോ എന്താണോ എനിക്കറിയത്തില്ല, രാഷ്ട്രീയ ബോധമൊക്കെയുള്ള ആളായിരുന്നു ഞാൻ, അതൊക്കെ നിർത്തി. സോ പരാജയപ്പെടുന്നു എന്നുള്ളതിൻ്റെ ഒരു ക്ലിയർ എക്സാമ്പിൾസ് ആണ് നമ്മുടെ യൂത്ത് നമ്മുടെ നാട് വിട്ടു പോകുന്നത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഇവിടെ റേസ് ചെയ്യാൻ ഹോപ്പ്ഫുള്ളി ഇവിടുത്തെ ഗവൺമെൻറ് പ്രോപ്പറായിട്ട് ഇടപെടട്ടെ. അങ്ങനെ വരില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ മറ്റൊരു തിങ്കിങ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പണ്ട് നേഴ്സസ് പുറം രാജ്യത്ത് പോയി വർക്ക് ചെയ്യുന്നതിനെ പറ്റി ഒരു വീഡിയോ ചെയ്തു. അപ്പോൾ അടിയിൽ എനിക്കൊരു കമൻറ്റ് വന്നായിരുന്നു. അതായത് ഇപ്പോൾ 20,000 രൂപ കൊടുക്കുന്നുണ്ടല്ലോ പ്രൈവറ്റ് ആശുപത്രികൾ, പിന്നെ എന്തുകൊണ്ട് നിങ്ങളെപ്പോലെയുള്ളവർക്ക് നിങ്ങൾക്ക് നാട്ടിൽ വന്ന് വർക്ക് ചെയ്തൂടെ? അപ്പോൾ അങ്ങനെയുള്ളവരോട് എനിക്ക് ചോദിക്കാനുള്ള, ഇന്നത്തെ നാട്ടിലെ ജീവിത ചെലവും 20,000 രൂപയും കൊണ്ട് എത്രത്തോളം കോപ്പ് ചെയ്യാൻ പറ്റും? അപ്പോൾ ഈ പ്രൈവറ്റ് ആശുപത്രിയിലൊക്കെ വർക്ക് ചെയ്യുന്ന നഴ്സസ്, സർക്കാർ ആശുപത്രി ശമ്പളം ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അതുപോലെ പഠിച്ചിറങ്ങിയവരാണ് പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൽ വർക്ക് ചെയ്യുന്നവരും. അപ്പോൾ അവർക്ക് 20,000 രൂപ കൊണ്ട് ഇന്നത്തെ ജീവിത ചെലവിൽ അവർക്ക് എത്രത്തോളം കാര്യങ്ങൾ മീറ്റ് ചെയ്യാൻ പറ്റും? ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? അവരുടെ കുട്ടികൾക്ക് ഒരു നല്ല പ്രോപ്പർ എഡ്യൂക്കേഷൻ, പ്രോപ്പർ ആയിട്ടുള്ള 3 നേരം സുഭിക്ഷമായിട്ടുള്ള ഭക്ഷണം, ഇപ്പോൾ റെൻറ്റിന് താമസിക്കുന്നവരാണ്, അത് നാട്ടിൽ മോസ്റ്റ്ലി എല്ലാവർക്കും വീടുണ്ട്. അപ്പോൾ വീടിൻ്റെ ചിലവ്, ഇപ്പോൾ വീടിൻ്റെ കടം ഉണ്ടെങ്കിൽ അതിൻ്റെ അടവിൻ്റെ ചിലവ്, ഇങ്ങനത്തെ എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് 20,000 രൂപയ്ക്ക് ബേസിക്കായിട്ട് ഒരാൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റുമോ? ഞാൻ എപ്പോഴും നോക്കിയിട്ടുണ്ട്, നാട്ടിൽ കൂലിപ്പണി എടുക്കുന്ന ഒരാൾക്ക് വരെ ഒരു ദിവസം, എനിക്ക് ഇപ്പോഴത്തെ റേറ്റ് അറിയത്തില്ല, പക്ഷേ എനിക്ക് ഒന്ന് അപ്രോക്സിമേറ്റ്ലി ഒരു 600 to 800 എന്തായാലും അവർക്ക് കിട്ടും, ഇല്ലേ? എന്നാൽ ഒരു നേഴ്സിൻ്റെ 20,000 രൂപ എന്ന് പറഞ്ഞു, ഒരു നേഴ്സിൻ്റെ ഒരു ദിവസത്തെ ശമ്പളം എത്രയാവും? അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിനകത്ത് PF എല്ലാം കിഴിച്ച് എത്ര അവരുടെ കയ്യിൽ കിട്ടും? ശമ്പളമൊക്കെ പരിഷ്കരിക്കേണ്ട സമയമൊക്കെ അതിക്രമിച്ചു കഴിഞ്ഞു കേട്ടോ. ബേസിക്കായിട്ട് നഴ്സുമാരുടെ, എനിക്ക് തോന്നുന്നു നഴ്സസിനെ നമ്മുടെ നാട്ടിൽ ട്രീറ്റ് ചെയ്യുന്ന രീതി തന്നെ വേറെയാണ്. അതെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അത് വോയിസ് ആരോട് റേസ് ചെയ്യണം? ഇപ്പോൾ UN ഒക്കെ വന്നു, അവരൊക്കെ പലയിടത്തും പ്രതികരിക്കുന്നുണ്ട്, പക്ഷേ എന്നാൽ പോലും ഇപ്പോഴും പ്രതികരിക്കാതെ കിടക്കുന്ന ഒരുപാട് കേസസ് ഉണ്ട്. അപ്പോൾ ഞാൻ വിഷയത്തിൽ നിന്ന് മാറിപ്പോകുന്നില്ല, വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയ ബോധമുള്ള വ്യക്തിയാണ് ഞാൻ, അപ്പോൾ വിഷയത്തിൽ നിന്ന് മാറിപ്പോകുന്നില്ല. പക്ഷേ ഞാൻ പറയുന്നൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനി ഇവിടെ ജോലി കിട്ടാനുള്ള സാധ്യതകൾ റിയലി ലെസ്സാണ്. കിട്ടുന്നവർ ഭാഗ്യവാന്മാർ, കിട്ടുമായിരിക്കും. പക്ഷേ ഇവിടെയുള്ള ആൾക്കാർക്ക് പ്രയോറിറ്റി കൊടുത്തിട്ടേ ഇനി പുറത്തുനിന്നുള്ള ആളുകൾക്ക് പ്രയോറിറ്റി കൊടുക്കാൻ സാധ്യതയുള്ളൂ. അതാണ് ഇവിടുത്തെ റിയാലിറ്റി അറ്റ് ദ മൊമെൻറ്റ്. അപ്പോൾ അത് മാക്സിമം എല്ലാവരും നിങ്ങൾ അറിഞ്ഞിരിക്കാൻ ശ്രമിക്കുക. ഇനി ഇങ്ങോട്ട് പ്രിപ്പയർ ചെയ്യാനിരിക്കുന്നവരാണെങ്കിലും, ഞാൻ പണ്ട് എൻ്റെ ഒരു വീഡിയോ പറഞ്ഞായിരുന്നു ഒരു ഫോറിൻ രജിസ്ട്രേഷൻ ഗുഡാണെന്ന്. ഫോറിൻ രജിസ്ട്രേഷൻ ഗുഡാണ്, പക്ഷെ നിങ്ങൾ എപ്പോഴും മെഷർ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് സ്പെൻഡ് ആവുന്ന എമൗണ്ട് എത്രയാണ്, നിങ്ങൾക്ക് ഇതൊരു ബാധ്യതയാവുമോ, നിങ്ങൾ വെൽ സെറ്റിൽഡ് ആണ്, നിങ്ങൾക്കൊരു എക്സ്ട്രാ രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ ജോബ് സെക്യൂർ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഓസ്ട്രേലിയയിലൊക്കെ മൈഗ്രേറ്റ് ചെയ്യാൻ നിങ്ങൾ ഓക്കെയാണ്. ഇങ്ങനെ പല കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ട് വേണം ഇനി ഒരു കോഴ്സിന് വേണ്ടി, ക്യാപ്പിന് വേണ്ടി നിങ്ങൾ വരുമ്പോഴാണെങ്കിലും, ഇനി ഓസ്കിയൊക്കെ ചെയ്ത് നിങ്ങൾ വരുമ്പോഴാണെങ്കിലും, ഓൾവേസ് ട്രൈ ടു ഡു AFRA registration immediately after finishing your study and try to apply for Australia. എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള പലർക്കും എന്നാ ജോലി കിട്ടാൻ ഇപ്പോൾ പാടുള്ളപ്പോഴും ഓസ്ട്രേലിയയിൽ കിട്ടുന്നുണ്ട്. ഓസ്ട്രേലിയയിൽ ഇപ്പോൾ പാടാന്നൊക്കെ കേൾക്കുന്നു, പക്ഷേ പലർക്കും കിട്ടുന്നുണ്ട്. കാരണം എൻ്റെ ഒരു ജൂനിയർ, ഷീ കെയിം ടു ഓക്ലൻഡ്, പുള്ളിക്കാരിക്ക് ആപ്പ് കഴിഞ്ഞു. ഞാനും ട്രൈ ചെയ്തു, അവർക്ക് എവിടെയെങ്കിലും ജോലി കിട്ടുമെന്ന് പറയാൻ ഞങ്ങളെല്ലാവരും ട്രൈ ചെയ്തു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഷീ കുഡൻറ്റ് സെക്യൂർ. അപ്പോൾ പുള്ളിക്കാരി തിരിച്ചു പോയി. എനിക്ക് ഭയങ്കര വിഷമമുണ്ടായിരുന്നു, കാരണം ഐ കുഡൻറ്റ് ഏബിൾ ടു ഹെൽപ്പ് ഹർ. എനിക്ക് അവളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള നല്ല വിഷമമുണ്ടായിരുന്നു. പക്ഷേ ഈ അടുത്ത് എനിക്കൊരു ഹാപ്പി ന്യൂസ് കിട്ടി. പുള്ളിക്കാരിക്ക് ഓസ്ട്രേലിയയിൽ ഒരു ജോലി കിട്ടി ആൻഡ് ഷീ ഈസ് മൂവിങ്. അപ്പോൾ അതൊക്കെ അറിയുമ്പോൾ നമ്മൾ ഹാപ്പിയാണ്. അപ്പോൾ ഇനി വരാൻ പോകുന്നവരോട് എനിക്ക് പറയാനുള്ള ഇതാണ്, സിറ്റുവേഷൻ ഇതാണ്. ഇവിടെയുള്ള ആളുകൾക്ക് പോലും ജോലിയില്ല. ഞാൻ എനിവേ ന്യൂസിൻ്റെ ഹെഡ് കട്ട് സൈഡിൽ കൊടുക്കുന്നതാണ്, ജോലിയില്ല. അപ്പോൾ നമ്മൾ പോസിറ്റീവ് പറയണമെന്നൊക്കെ പറയും, പക്ഷേ ഈ സിറ്റുവേഷൻ ഒന്ന് ക്ലാരിഫൈ ചെയ്താണ്. ഇപ്പോൾ ഇങ്ങനെയാണ്, പക്ഷെ പണ്ട് ഞാൻ പറഞ്ഞിരുന്നു സാധ്യതയുണ്ട് വരാൻ. പക്ഷേ എനിക്ക് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ കണ്ടിട്ട് എൻ്റെ ഇംപ്രഷനാണ്, ഡിഫറെൻറ്റ് ഇംപ്രഷൻ നിങ്ങൾക്ക് പലർക്കും ഉണ്ടാവാം. അത് ഞാൻ പറയുന്നതല്ല ഒരു ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ്. അത് ഞാനിവിടുത്തെ പത്രത്തിൽ വന്ന ന്യൂസും ഞാൻ കണ്ടേക്കുന്ന കാര്യങ്ങളും ഒന്ന് എലാബറേറ്റ് ചെയ്ത് പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ പാടായിരിക്കും ജോലി കിട്ടാൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ താങ്ക് യു ഫോർ ലിസണിങ് മീ. കീപ് സബ്സ്ക്രൈബ് മീ. പിന്നെ അപ്പോൾ അടുത്തായിട്ട് കാണുന്നവരേക്കും ബൈ.